ഫോണിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് കോള് കട്ട് ചെയ്യാറുണ്ടോ? എന്നാൽ ഇനി കട്ട് ചെയ്യണ്ട കേട്ടോ. നമുക്ക് ടെലിഫോണിൽ സാധാരണ എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ, എളുപ്പത്തിൽ എങ്ങനെ സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ റെഡിയാണോ? ആദ്യം തന്നെ നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ ഹലോ എന്ന് പറയില്ലേ? അപ്പോൾ അതെങ്ങനെ ഉത്തരം കൊടുക്കുക? ഇപ്പം ഞാനൊരു ബാങ്കിൻ്റെ മാനേജറാണ്. അപ്പോൾ എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക? ഹലോ, വിനി സ്പീക്കിംഗ്, അങ്ങനെയാണ്. അങ്ങനെയല്ല, ഇനിയിപ്പോൾ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോൾ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ എടുത്തിട്ട് എന്താ പറയുക? നമുക്കറിയാലോ ഫ്രണ്ടാണ് വിളിക്കുന്നതെന്ന്. ഹേയ് വാട്സാപ്പ്, എന്തൊക്കെയുണ്ട് അല്ല ചോദിക്കുക. വാട്സാപ്പ് എന്ന് വെച്ചാൽ എന്തൊക്കെയുണ്ടെന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുക, നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ വിളിക്കുമ്പോൾ എടാ ഞാനാണെന്ന് പറയില്ലേ? അതെങ്ങനെ പറയാ? ഹേയ് ഇറ്റ്സ് മീ, ഞാനാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പേര് പറയണമെങ്കിൽ ഹേ ഇറ്റ്സ് മീ വിനി അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ പേര് പറയേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ശബ്ദം കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലേ, എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വിളിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും നിങ്ങളെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് എടാ ഞാനാ, ഹേ ഇറ്റ്സ് മീ അങ്ങനെയാണ് പറയാം. അപ്പം നിങ്ങൾ അവിടുന്ന് ഓ വിനിയാണോ, വീണ്ടും അവളാണല്ലേ, എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കില്ലേ? അതിങ്ങനെ പറയും, ഹേ വിനി ഹൗസ് ഇറ്റ് ഗോയിങ്, അല്ലെങ്കിൽ വാട്സപ്പ് എന്നൊക്കെ ചോദിക്കാം. അപ്പം രണ്ട് കാര്യങ്ങളാണ്, വാട്സപ്പ് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, അതാണ് ഹൗസ് ഇറ്റ് ഗോയിങ്. അത് ഈ ഹൗ ആർ യു, ഹൗ ഡു യു ഡു എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു പാട്ട് പോലെ പഠിച്ചു വെച്ചോളൂ. ഹൗസ് ഇറ്റ് ഗോയിങ്, ഹൗസ് ഇറ്റ് ഗോയിങ്. ഇത് ഫോണിൽ മാത്രമല്ല, നേരിട്ട് കാണുന്നതിന് എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കാൻ ഹൗസ് ഇറ്റ് ഗോയിങ് അങ്ങനെ ചോദിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചു, പക്ഷെ നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവങ്ങളുടെ ഇടയിലാണെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും, കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ പറ്റുമോ എന്നുള്ള രീതിയിൽ. അതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? ഹേയ് ഈസ് ദിസ് എ ഗുഡ് ടൈം ടു ടോക്ക്. സംസാരിക്കാൻ പറ്റിയൊരു സമയമാണോ ഇത്? ഈസ് ദിസ് എ ഗുഡ് ടൈം ടു ടോക്ക്. സംസാരിക്കാൻ നല്ലൊരു സമയമാണോ ഇത്? അപ്പോൾ സംസാരിക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഡു യു ഹാവ് സം ടൈം ടു ടോക്ക്. ഡു യു ഹാവ് സം ടൈം ടു ടോക്ക്. ഇന്ന് സംസാരിക്കാൻ എന്തൊരു സമയം ഉണ്ടാവുമോ? അപ്പോൾ എന്തോ സീരിയസ് ആണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ. ഡു യു ഹാവ് സം ടൈം ടു ടോക്ക്, അല്ലെങ്കിൽ ഇസ് ദിസ് എ ഗുഡ് ടൈം ടു ടോക്ക്. അപ്പോൾ അത് പഠിച്ചല്ലോ. ഇനിയിപ്പോൾ ഞാൻ വിളിച്ചു, പക്ഷെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൻ്റെ ഇടയിലായിരുന്നു. എന്തായിരുന്നു? അരി അരച്ച് വെക്കുകയെ അല്ലെങ്കിൽ അലക്കേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് മീൻ മുറിക്കേ ഇതിൻ്റെയൊക്കെ ഇടയിലായിരുന്നു. അപ്പോൾ കോള് പെട്ടെന്നൊക്കെ എടുത്തു, പക്ഷേ ഇനി ഇവളുടെ കഥ മുഴുവൻ കേൾക്കാൻ ഇപ്പോൾ സമയമില്ല. എടാ അപ്പോൾ ഞാൻ ഇത്തിരി തിരക്കിലാണ്, തിരിച്ചു വിളിച്ചാൽ മതിയോ എന്ന് ചോദിക്കില്ലേ? ഇതാണ് ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന കാര്യം അല്ലേ? ഇതിങ്ങനെ പറയും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും ഗ്രാമർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ വെബ്സൈറ്റിലുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി, ഞാൻ ആ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിയുടെ നടുക്കാണ്, ഇടയിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് സംതിങ്. ഞാൻ എന്തോ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, മീൻ മുറിക്കാടാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് സംതിങ്. ക്യാൻ ഐ കോൾ യു ബാക്ക് ഇൻ സം ടൈം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കട്ടെ. ക്യാൻ ഐ കോൾ യു ബാക്ക് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ്, നാളെയാണോ മറ്റന്നാളോ എന്ന് അറിയാണ്ട് അവൾ വിഷമിച്ചിരിക്കുമെങ്കിൽ പറയാം അല്ലേ, എപ്പോഴാണ് തിരിച്ചു വിളിക്കണേന്ന്. ക്യാൻ ഐ കോൾ യു ബാക്ക് ഇൻ സം ടൈം. സം ടൈം എന്ന് വെച്ചാൽ കുറച്ച് നേരത്തിനുള്ളിൽ. അല്ലെങ്കിൽ ഇത് തന്നെ വേറെ രീതി പറയുന്നത് ക്യാൻ ഐ കോൾ യു ബാക്ക് ഇൻ എ ലിറ്റിൽ വൈൽ. അപ്പോൾ ഇൻ സം ടൈം അല്ലെങ്കിൽ ഇൻ എ ലിറ്റിൽ വൈൽ എന്നൊക്കെ പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വിളിക്കട്ടെ. ക്യാൻ ഐ കോൾ യു ബാക്ക് ഇൻ എ ലിറ്റിൽ വൈൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? വാട്സാപ്പ് അല്ലെങ്കിൽ ഹൗസ് ഇറ്റ് ഗോയിങ്, എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഡു യു ഹാവ് സം ടൈം ടു ടോക്ക്, അല്ലെങ്കിൽ ഈസ് ദിസ് എ ഗുഡ് ടൈം ടു ടോക്ക്. ഈസ് ദിസ് എ ഗുഡ് ടൈം ടു ടോക്ക് അത് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങോട്ട് വിളിച്ചപ്പോൾ നമുക്ക് സമയമില്ല, നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഐ എം ഇൻ ദ മിഡിൽ ഓഫ് സംതിങ്, ഞാൻ കുറച്ച് പണിയുടെ ഇടയിലാണ്. ക്യാൻ ഐ കോൾ യു ബാക്ക് ഇൻ സം ടൈം, അല്ലെങ്കിൽ ക്യാൻ ഐ കോൾ യു ബാക്ക് ഇൻ എ ലിറ്റിൽ വൈൽ. ക്ലിയർ ആയോ? ഇനി സ്ഥിരം പറ്റുന്നൊരു പരിപാടി, വിളിക്കാൻ ശ്രമിച്ചു അല്ലേ, ഒരു 2-3 തവണയൊക്കെ നമ്മൾ വിളിച്ചു, തിരിച്ചിങ്ങോട്ട് വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ? ഇല്ല. അങ്ങനെ 4ാമത് വിളിച്ചപ്പം കിട്ടി. അപ്പോൾ നമ്മൾ പറയണ്ടേ, എടാ 3-4 തവണ ഞാൻ വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് തവണ വിളിച്ചു, നീ തിരിച്ചൊന്നും വിളിച്ചില്ല അല്ലെങ്കിൽ മെസ്സേജ് അയച്ചില്ല. അതെങ്ങനെ പറയും? ഐ ട്രൈഡ് കോളിംഗ് ആൻഡ് ഡിഡ്ന്റ് ഹിയർ ബാക്ക് ഫ്രം യു. ഐ ട്രൈഡ് കോളിംഗ് യു എന്ന് വേണമെങ്കിൽ പറയാം. ഐ ട്രൈഡ് കോളിംഗ് യു അല്ലെങ്കിൽ ഐ ട്രൈഡ് കോളിംഗ് ആൻഡ് ഡിഡ്ന്റ് ഹിയർ ബാക്ക്, തിരിച്ച് ഒന്നും കേട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ. ആൻഡ് ഡിഡ്ന്റ് ഹിയർ ബാക്ക് ഫ്രം യു. ഞാൻ നിന്നെ കുറേ വട്ടം വിളിച്ചു, പക്ഷേ
തിരിച്ചൊന്നും കേട്ടില്ലല്ലോ, റിപ്ലൈ ഒന്നും ഉണ്ടായില്ലല്ലോ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ മീൻ മുറിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ കൈ ഒന്ന് കഴുകിയാൽ തിരിച്ച് കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ. 2 ദിവസമായിട്ട് വിളിച്ചു ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ സമയം കിട്ടില്ല തിരിച്ച് വിളിക്കാൻ, കാര്യങ്ങളൊക്കെ പറയണം. 1 സെക്കൻഡ് എന്ന് പറയാം. എങ്ങനെ പറയാം? 1 സെക്കൻഡ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ എ മോമെന്റ് പ്ലീസ്, ഒരു നിമിഷം കേട്ടോ, അത് തന്നെ, എ മോമെന്റ് പ്ലീസ്. 1 സെക്കൻഡ് ഒന്ന് നിൽക്കാവോ എന്ന് പറയണമെങ്കിൽ, കുറച്ചുകൂടെ ഫോർമൽ ആയിട്ട് പറയണമെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ബാങ്കിലെ മാനേജറാണ് അങ്ങനെ ഒന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ലോണിൻ്റെ 2 ഗഡുക്കൾ ഞാൻ അടച്ചു, പക്ഷേ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് എടുത്ത് നോക്കണമല്ലോ, ഇയാൾ അടച്ചിട്ടുണ്ടോ അതോ ഇനി പറയുന്നത് തെറ്റിപ്പോയതാണോ. അപ്പോൾ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ, കമ്പ്യൂട്ടറിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയില്ല, ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന്. ക്യാൻ യു ഹോൾഡ് ഓൺ ഫോർ എ സെക്ക് എന്ന് വെച്ചാൽ സെക്കൻഡിൻ്റെ ഷോർട്ടാണ് കേട്ടോ. ക്യാൻ യു ഹോൾഡ് ഓൺ എന്ന് വെച്ചാൽ അവർ പിടിച്ചിരിക്കുക, ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരിക്കുക, ഞാനൊരു കാര്യം നോക്കട്ടെ. ക്യാൻ യു ഹോൾഡ് ഓൺ ഫോർ എ സെക്കൻഡ് അല്ലെങ്കിൽ ക്യാൻ യു ഹോൾഡ് ഓൺ ഫോർ എ സെക്ക് എന്ന് പറയാം. ഇത് പൊതുവെ ഫോർമലായിട്ട് പറയാം, അല്ലെങ്കിൽ എ മോമെന്റ് പ്ലീസ് അങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ ഫോർമലാണ് കേട്ടോ. ഇൻഫോർമലായിട്ടും പറയാം കേട്ടോ. 1 സെക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇൻഫോർമലാണ്. ഇനി ഞാൻ തിരിച്ചു വിളിക്കാം, അതെങ്ങനെ പറയും? ഐ വിൽ കോൾ യു ബാക്ക്. ഞാൻ തിരിച്ചു വിളിക്കാം, ഐ വിൽ കോൾ യു ബാക്ക്. ഐ വിൽ കോൾ യു ബാക്കിൻ്റെ ചുരുക്കാണ് ഐ വിൽ കോൾ യു ബാക്ക്. ഇനിയിപ്പോൾ നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ തിരിച്ചു വിളിക്കാമെന്ന്, കോൾ യു ബാക്ക് എന്ന്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് മീൻകറിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചു, അതിനുശേഷം നമ്മളൊന്ന് വിളിക്കുക. അപ്പോൾ കുറച്ച് ഫോർമൽ ആയിട്ടുള്ള ഒരു സെനേറിയോ ആണെങ്കിൽ നമ്മൾ പറയുക, അപ്പോൾ ബാങ്കിൽ മീൻ മുറിക്കുകയല്ല, നമ്മൾ എന്തൊരു മീറ്റിങ്ങിൻ്റെ ഇടയിലായിരുന്നു, തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. തിരിച്ചു വിളിക്കുമ്പോൾ ഐ എം ജസ്റ്റ് റിട്ടേണിങ് യുവർ കോൾ എന്ന് പറയാം. ഞാൻ തിരിച്ചു വിളിക്കുകയാണ്, ഐ എം ജസ്റ്റ് റിട്ടേണിങ് യുവർ കോൾ. എന്തിനോ വിളിച്ചിരുന്നില്ലേ, ഞാൻ തിരിച്ചു വിളിക്കുകയാണ്, ഐ എം ജസ്റ്റ് റിട്ടേണിങ് യുവർ കോൾ, അല്ലെങ്കിൽ ഐ എം റിട്ടേണിങ് യുവർ കോൾ എന്ന് പറയാം. ടു റിട്ടേൺ സംവൺസ് കോൾ എന്ന് വെച്ചാൽ തിരിച്ചു വിളിക്കുക എന്നാണ് അർത്ഥം. ഇനി വിളിക്കുന്ന സമയത്ത് അയാൾ എവിടെയാ? ഒരു പാറമേടിലാണ്, കോറിയിലാണ് അല്ലേ. അപ്പോൾ അവിടെ അധികം റേഞ്ചൊന്നുമില്ല. അപ്പോൾ ഇയാൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ചില സമയത്ത് അങ്ങനെയല്ല, ചിലപ്പോൾ എക്കോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലാഗ് ഉണ്ടാവും. അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയാം? ഇങ്ങനെ എക്കോ വരുന്നുണ്ടല്ലോ എന്ന്, ഐ എം ഗെറ്റിംഗ് എൻ എക്കോ ഓൺ ദ കോൾ. ഐ എം ഗെറ്റിംഗ് എൻ എക്കോ ഓൺ ദ കോൾ. അല്ലെങ്കിൽ കോൾ ചിലപ്പോൾ കട്ടായി പോകില്ലേ, ഇങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കോള് കട്ടായി പോകും, അപ്പോൾ തിരിച്ചു വിളിക്കും അല്ലേ. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചത് നേരത്തെ കട്ടായി പോയി എന്ന് പറയില്ലേ, അതെങ്ങനെ പറയാം? കോൾ ഡ്രോപ്ഡ്. കോൾ ഡ്രോപ്ഡ്, വീണുപോയി. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വീഴുന്നല്ല അർത്ഥം. ദ കോൾ ഡ്രോപ്ഡ്, സോ ഐ എം കോളിംഗ് ബാക്ക്. ഞാൻ തിരിച്ചു വിളിക്കുകയാണ്, സോ ഐ എം കോളിംഗ് ബാക്ക്. ഓക്കെ, കട്ടായി പോകുന്നുണ്ട്, തിരിച്ചു വിളിക്കുകയാണ്, അതാണ് എൻ്റെ അർത്ഥം. ദ കോൾ ഡ്രോപ്ഡ് അല്ലെങ്കിൽ ദ കോൾ ഗോട്ട് കട്ട് അങ്ങനെ പറയാം കേട്ടോ. സോ ഐ എം കോളിംഗ് ബാക്ക്. ഇനി ചില സമയത്ത് ഞാൻ വിളിക്കുക, എനിക്ക് ഇന്നൊരാളോട് ഇന്നെ സംസാരിക്കണം. അപ്പോൾ ലോൺ ബാങ്കിൽ നോക്കണ ഒരാൾ, ഒരു വിജയൻ എന്ന് പറഞ്ഞ സാറാണ്. അപ്പോൾ സാറിന് തന്നെ വിളിക്കണം എനിക്ക്. അപ്പോൾ ആ സാർ അവിടെ സീറ്റിലില്ല. അപ്പോൾ ആൾ വരുമ്പം ഞാൻ വിളിച്ചു എന്നൊന്ന് പറയോ, അങ്ങനെ പറയില്ല നമ്മൾ. അതിങ്ങനെ പറയാം, ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ കുഡ് യു പ്ലീസ് ലെറ്റ് ഇന്ന ആൾ. അപ്പോൾ വിജയൻ ആണെങ്കിൽ കുഡ് യു പ്ലീസ് ലെറ്റ് മിസ്റ്റർ വിജയൻ നോ ദാറ്റ് വിനി ഹാഡ് കോൾഡ്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഒന്നാളെടുത്ത് പറയുമോ. കുഡ് യു പ്ലീസ് ലെറ്റ് ആരെന്ന് വെച്ചാൽ അയാൾ നോ ദാറ്റ് വിനി ഹാഡ് കോൾഡ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ നമ്പർ എങ്ങാനും ആ വിജയൻ സാറിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക നല്ലതാണ്. മൈ നമ്പർ ഇസ് എന്ന് പറഞ്ഞിട്ട് ആ നമ്പറും കൊടുക്കുക. അപ്പോൾ റിസപ്ഷനിലൊക്കെ പൊതുവെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയില്ല, സാർ ഇപ്പോൾ സീറ്റിലില്ല, ഭക്ഷണം കഴിക്കാൻ പോയി തോന്നുന്നു, കുഡ് യു പ്ലീസ് ലെറ്റ് ഹിം നോ ദാറ്റ് വിനി, ഇനി ഏത് വിനിയെന്ന് അറിയില്ലെങ്കിൽ വിനി ഫ്രം ഇത് ഇന്ന അക്കൗണ്ട് നമ്പറോ എന്ന് വെച്ചാൽ അത് പറയാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാഡ് കോൾഡ്, മൈ നമ്പർ ഇസ് ഇന്നത്. ഇനിയിപ്പോൾ അനുവിൻ്റെ വീട്ടിലാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ അനു എവിടെയാണ് പോയത്? അനു കുളിക്കുക. അനു ആണെങ്കിൽ എൻ്റെ പുസ്തകം എടുത്തിട്ട് പോയിട്ടുണ്ട്, അവളത് ഇന്നലെ തരാമെന്ന് പറഞ്ഞാൽ തന്നിട്ടില്ല. അപ്പോൾ അനുവിൻ്റെ അമ്മ എടുത്തത്. അപ്പോൾ ഞാൻ അനു ഇപ്പോൾ ഹിന്ദിക്കാരാണ്, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലാണ് അനുവിൻ്റെ അമ്മയുടെ സംസാരിക്കണത്. അപ്പോൾ ഞാൻ അനുവിൻ്റെ അമ്മ എടുത്ത് എങ്ങനെ പറയാം? ക്യാൻ യു ടെൽ അനു ഐ കോൾഡ്. അപ്പോൾ എന്നെ അറിയാം ആൻറ്റിക്ക്, വിനിയാന്നറിയാം. അപ്പോൾ ക്യാൻ യു പ്ലീസ് ടെൽ അനു ഐ കോൾഡ്, മൈ നമ്പർ ഇസ് ദിസ് തിങ്. ഇനിയിപ്പോൾ അവളുടെ അടുത്ത് എൻ്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അവൾ ഒളിച്ചു നടന്നാലോ, എൻ്റെ നമ്പർ ഇന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവളുടെ കയ്യിൽ നമ്പർ ഉണ്ട് നമുക്ക് അറിയാമെങ്കിൽ നമ്പറൊന്നും പറയണ്ട കേട്ടോ. അപ്പോൾ ക്യാൻ യു ടെൽ ഇന്ന ആൾ ദാറ്റ് ഐ കോൾഡ്, അങ്ങനെ പറയാം ഇൻഫോർമലായിട്ട് കേട്ടോ. ഇനി ചില സമയത്ത് നമ്മൾ എസ്പെഷ്യലി ഈ കുറച്ച് ഫോർമൽ ആയിട്ടുള്ള സമയത്ത് എന്ന് വെച്ചാൽ ബാങ്കിൽ വിളിക്കുകയാണ്. അപ്പോൾ 20,000 രൂപയല്ലേ അടച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞത്, അതിൽ 25,000-ത്തിനിടയിൽ നമുക്ക് കുറച്ച് പ്രശ്നം വന്നു, കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ 25,000 തന്നെയാണ് പറഞ്ഞേ. അപ്പോൾ നമുക്ക് സംശയം. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാ? ഡിഡ് യു സേ ദാറ്റ്
25,000 is already paid, അല്ലെങ്കിൽ ഡിഡ് യു സേ ദാറ്റ് സ്കൂൾ തിങ്കളാഴ്ച ഇല്ല എന്നൊക്കെ ഇടയിൽ പറഞ്ഞു കേട്ടുവേ. ഡിഡ് യു സേ ദാറ്റ് ദ സ്കൂൾ ഇസ് ക്ലോസ്ഡ് ഓൺ മൺഡേ, അല്ലെങ്കിൽ ഡിഡ് യു സേ ദാറ്റ് ദർസ് നോ സ്കൂൾ ഓൺ മൺഡേ, ഇങ്ങനെയൊക്കെ പറയാം. ഡിഡ് യു സേ അങ്ങനെയാണോ പറഞ്ഞത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കേട്ടത് തെറ്റിപ്പോയതാണെങ്കിലോ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഡിഡ് യു സേ ദാറ്റ് അങ്ങനെ പറഞ്ഞിരുന്നോ, ഇങ്ങനെയാണോ പറഞ്ഞത്, അതറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കണം. ഇപ്പം അതല്ല, ഒന്നും കേട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? അയ്യ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, കിട്ടിയില്ല, അത് കിട്ടിയില്ല, പിടുത്തം കിട്ടിയില്ല എന്നൊക്കെ പറയാറില്ലേ? അവൻ എങ്ങനെ പറയും? ഐ എം സോറി, ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്, പിടിച്ചില്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. ഐ എം സോറി, ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്. ഇത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നേരിട്ട് പറയുമ്പോഴും ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും നേരിട്ട് പറഞ്ഞ എന്തെങ്കിലും ചിരിയുടെ ഇടയിലോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴോ എന്നിട്ട് അവിടെ ചെന്നപ്പോ അവള് പറഞ്ഞു ഒരു ആ തോർത്ത് നിർത്തേ മുഖം കഴിയുമ്പോഴൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അയാളത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ ഐ എം സോറി, ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്. അല്ലെങ്കിൽ കട്ടായി പോയെങ്കിലോ, സോറി ഇറ്റ് കട്ട് ഔട്ട്, അങ്ങനെ പറയാം. കണക്ഷൻ ഭയങ്കര മോശമാട്ടോ, ഒന്നും കേൾക്കുന്നില്ല, സ്ഥിരം പറയാറില്ല, അങ്ങനെ പറയാം. ദ കണക്ഷൻ ഇസ് റിയലി ബാഡ്, ഐ കാൺട്ട് ഹിയർ യു. നീ അവിടുന്ന് ഇത്രയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ദ കണക്ഷൻ ഇസ് റിയലി ബാഡ്, ഐ കാൺട്ട് ഹിയർ യു എന്ന് പറയാം. എനിക്ക് കേൾക്കണില്ല കേട്ടോ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫോർമലി ഒരു കോള് കട്ട് ചെയ്യുമ്പം താങ്ക് യു ഫോർ യുവർ ടൈം, ബൈ എന്ന് പറയാം. സമയത്തിന് നന്ദി, ബൈ പറയാം. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പല രീതിയിൽ പറയാം അല്ലേ. പിന്നെ കാണാം, ഓൾ റൈറ്റ്, സീ ലേറ്റർ, ടോക്ക് ടു യു സൂൺ, വീണ്ടും ഉടൻ തന്നെ സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ടോക്ക് ടു യു സൂൺ എന്നൊക്കെ പറയാം. ഇനി നമുക്ക് ഫോർമൽ ഒരു കേസ് നോക്കാം. കാരണം നമ്മൾ ഫോൺ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ സാധനം വാങ്ങിച്ചു, അതിലെന്തെങ്കിലും ബില്ലിലോ എന്തൊക്കെ പ്രശ്നമുണ്ട്, അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ട് പറയണ്ടേ അത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒരു കോൺവെർസേഷൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വിളിച്ചാൽ ആദ്യം നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ പ്രശ്നം എന്നൊക്കെ ക്ലിയർ ആയി പറയണം. അല്ലാണ്ട് നേരിട്ട് ഇങ്ങനെ പോയിട്ട് ഹലോ ഇന്നലെ വാങ്ങിച്ച ഷൂസിൻ്റെ അടിയിൽ റെഡിന് പകരം നീലയാണുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഏത് ഷൂസ് ആര് വാങ്ങിച്ചു അങ്ങനെ ആലോചിച്ചിട്ടിരിക്കും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയും, ഇന്ന് തേങ്ങയുടെ മൂടോടെ നിങ്ങൾ പറയണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ അവർ വിചാരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യമായിട്ട് കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കണം. നമ്മൾ ആരാണ്, നമ്മളും നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്, എന്തിനാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഹലോ, ദിസ് ഇസ് വിനി, ഐ എം കോളിംഗ് അബൌട്ട് എ പ്രോബ്ലം വിത്ത് ദ പർച്ചേസ് ഐ മെയ്ഡ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു പർച്ചേസ് ചെയ്തിരുന്നു നിങ്ങളുടെ കടയിൽ നിന്ന്, അതിനൊരു പ്രോബ്ലം ഉണ്ട്, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്നാണ് ആദ്യം പറയണത്, പേര് പറഞ്ഞ ശേഷം. ഹലോ, ദിസ് ഇസ് വിനി, ഐ എം കോളിംഗ് അബൌട്ട്, എന്തിനെക്കുറിച്ചാണ് നമ്മൾ കോൾ ചെയ്യുന്നതെന്ന് പറയാം. ഐ എം കോളിംഗ് അബൌട്ട്, ഞാൻ വിളിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? എ പ്രോബ്ലം, ഒരു പ്രശ്നമുണ്ട്, എന്തിനെക്കുറിച്ച്? പ്രോബ്ലം വിത്ത് ദ പർച്ചേസ്, ഞാൻ സാധനം വാങ്ങിച്ചിരുന്നില്ലേ അതിലത്തെ ഒരു പ്രോബ്ലം. എപ്പോൾ വാങ്ങിച്ചു? ദ പർച്ചേസ് ഐ മെയ്ഡ് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച സാധനത്തിനൊരു പ്രോബ്ലം ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കണത്. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ, അല്ലെങ്കിൽ ക്യാൻ യു അസിസ്റ്റ് മീ വിത്ത് ദിസ് ഇഷ്യൂ? താല്പര്യ കക്ഷിയാണോ, ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അതോ അതിന് വേറെ ആർക്കെങ്കിലും കോൾ കൊടുക്കണമെങ്കിൽ അത് ആദ്യം കൊടുത്തോട്ടെ. ചില സമയത്ത് ഇവിടെ മുഴുവൻ കഥയും രാമായണം മുഴുവൻ പറഞ്ഞ ശേഷം അവർ പറയും ഇത് ഞാനല്ല, ഞാനിവിടെ വെറുതെ ഹലോ എന്ന് പറയാൻ വേണ്ടി ഇരിക്കുന്ന, കൊടുക്കാട്ടോ എന്ന്. അപ്പോൾ അതിന് ചോദിക്കുക, ക്യാൻ യു അസിസ്റ്റ് മീ വിത്ത് ദിസ് ഇഷ്യൂ ചോദിക്കാം, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഇതൊരു സാമ്പിളായിട്ടൊരു കോൺവെർസേഷൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞതാണ് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം, ഇപ്പോൾ ഫ്രിഡ്ജിന് തകരാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ റിപ്പയർ ഉണ്ട്, അപ്പോൾ ആ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഇപ്പോൾ ഒരു മാസമായിട്ടില്ല വാങ്ങിച്ചിട്ട്. അപ്പോൾ നമുക്ക് അവർ പറയണമല്ലോ, നിങ്ങൾ കേരളത്തിലല്ലെങ്കിൽ ഇന്ത്യയുടെ വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ വിദേശത്തൊക്കെ ആണെങ്കിൽ വിളിച്ച് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം അല്ലേ. ഇനി വേറൊരു കേസ്, നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് ഒരു കാര്യം ശരിയാക്കണം. അപ്പോൾ അതിന് അനു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാങ്കിൽ വിളിച്ചിട്ട് അവരെ ആ മാഡത്തെ കിട്ടുമെന്ന് ചോദിക്കുകയാണ്. ഹലോ, ഇസ് അനു അവൈലബിൾ ചോദിക്കുകയാണ്. ഹലോ, അല്ലെങ്കിൽ ഇസ് അനു ദെയർ പ്ലീസ്, അനു ഉണ്ടാവുമോ അവിടെ എന്ന് ചോദിക്കാം. ഇസ് അനു ദെയർ എന്നുള്ളത് അനു നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും ചോദിക്കാം കേട്ടോ. അനുവിൻ്റെ വീട്ടിൽ വിളിച്ച് ഹലോ ഇസ് അനു ദെയർ, അനു ഉണ്ടാവുമോ അവിടെ. അപ്പോൾ പ്ലീസ് ഒന്നും വേണ്ട, പക്ഷേ ഫോമൽ പറയുമ്പോൾ നമ്മൾ പ്ലീസ് ഒക്കെ എപ്പോഴും ചേർക്കണം. ഹലോ ഇസ് അനു ദെയർ പ്ലീസ്, അല്ലെങ്കിൽ ഇസ് അനു അവൈലബിൾ എന്ന് ചോദിക്കാം. ഇനി ആളൊരു മീറ്റിങ്ങിലാണ്, അപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കില്ല അവിടുത്തെ ആൾ. എങ്ങനെ പറയാം? നോ ഷീസ് ഇൻ എ മീറ്റിംഗ്, ആളൊരു മീറ്റിങ്ങിലാണ്. നോ ഷീസ് ഇൻ എ മീറ്റിംഗ്, കൻ ഐ ഹെൽപ്പ്, എനിക്ക് സഹായിക്കാൻ പറ്റും നിങ്ങളെ. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഓക്കെ, ആരെങ്കിലും സഹായിച്ചാൽ മതിയല്ലേ, അനുവിനെ സഹായിക്കണമെന്നൊന്നുമില്ല. യെസ് പ്ലീസ്, പ്ലീസ് ഫോർമലി ഭയങ്കരമായിട്ട് ഉപയോഗിക്കണം കേട്ടോ.
അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് നമ്മൾ നമ്മുടെ പേരും കാര്യങ്ങളും പറയാം. മൈ നെയിം ഈസ് എബിൻ. എബിനാണ് ഞാൻ. മൈ നെയിം ഈസ് എബിൻ. അനു ആസ്ക്ഡ് മീ ടു കോൺടാക്ട് ഹെർ റിഗാർഡിംഗ് എ ജോബ് ഓപ്പർച്യൂണിറ്റി. ബാങ്കിൽ എന്തോ ഒരു ജോലിയുടെ വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അനുവിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അനു ആസ്ക്ഡ് മീ. അനു എനിക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക അല്ലേ എന്ന് ഇപ്പോൾ പലരും ചോദിക്കും. ടോൾഡും ആസ്റ്റും നമുക്ക് ഈ കേസിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ടോൾഡ് ഉപയോഗിക്കാം, ആസ്ക് മീ എന്നും പറയാം കേട്ടോ. അപ്പോൾ അനു ടോൾഡ് മീ എന്ന് പറയാം, അല്ലെങ്കിൽ അനു ആസ്ക്ഡ് മീ എന്തിന്? ടു കോൺടാക്ട് ഹെർ, ആളെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ, റിഗാർഡിങ് എ ജോബ് ഓപ്പർച്യൂണിറ്റി, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയുള്ള ആൾ യെസ് എബിൻ, എബിൻ ആണല്ലേ, ഓക്കെ. ഷി മെൻഷൻഡ് യു വുഡ് ബി കോളിംഗ്. അനു പറഞ്ഞിരുന്നു വിളിക്കുമെന്ന് അല്ലേ. ഷി മെൻഷൻഡ് യു വുഡ് ബി കോളിംഗ്. ഷി മെൻഷൻഡ് പറഞ്ഞിരുന്നു നിങ്ങൾ വിളിക്കുമെന്ന്, യു വുഡ് ബി കോളിംഗ്. അപ്പോൾ നമ്മൾ ഒരാൾ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താ പറയേണ്ടത്, അതിനെക്കുറിച്ചുള്ള മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഒരു കോൾ വെക്കാമെന്ന് പറയാം അല്ലേ. ഐ ക്യാൻ ടേക്ക് എ മെസ്സേജ് ഓർ സ്കെഡ്യൂൾ എ കോൾ ഫോർ യു. പക്ഷേ ഷെഡ്യൂൾ ഡ എന്നുള്ള സൗണ്ട് അല്ല വരും. നമ്മൾ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയില്ലേ, എഡ്യൂക്കേഷൻ എന്നല്ലല്ലോ പറയാം. അതുമാതിരി ഡി യു വരുമ്പം ഷെഡ്യൂൾ എന്ന് പറയാം കേട്ടോ. ഇനി അപ്പോൾ തിരിച്ചെങ്ങനെ പറയണേ? അത് നന്നായിരിക്കും കേട്ടോ, ഒന്ന് കോൾ വെച്ചാൽ നന്നായിരിക്കും നല്ല രീതിയിൽ. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. കുഡ് യു പ്ലീസ് ലെറ്റ് ഹർ നോ ദാറ്റ് ഐ കോൾഡ്. അപ്പോൾ എന്താണ് നന്നായിരിക്കും എന്ന് പറഞ്ഞേ? ഞാൻ വിളിച്ചു എന്നൊന്ന് പറഞ്ഞാൽ മതി അല്ലേ. കുഡ് യു പ്ലീസ്, ക്യാൻ യു പ്ലീസിനേക്കാളും കുറച്ചുകൂടെ ഇങ്ങനെ പൊളൈറ്റായിട്ട് പറയണമെങ്കിൽ കുഡ് യു പ്ലീസ് ലെറ്റ് ഹർ നോ. ആളോടൊന്ന് പറയുമോ, എന്താ പറയേണ്ടത്? ദാറ്റ് ഐ കോൾഡ്, ഞാൻ വിളിച്ചു എന്ന്. ഐ എം അവൈലബിൾ ഫോർ എ കോൾ എനി ടൈം ആഫ്റ്റർ 2 PM ടുഡേ. ഇന്ന് 2 മണിക്ക് ശേഷം എപ്പോൾ വിളിച്ചാലും ഞാൻ ഉണ്ടാവും എന്ന് പറയാൻ. ഐ എം അവൈലബിൾ ഫോർ എ കോൾ എനി ടൈം ആഫ്റ്റർ 2 PM. 2 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലും ഞാൻ ഉണ്ടാവും, എനിക്ക് കോൾ എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ലേ. കുഡ് യു പ്ലീസ് ലെറ്റ് ഹർ നോ ദാറ്റ് ഐ കോൾഡ്. ഞാൻ വിളിച്ചു എന്നൊന്ന് പറയുമോ? കുഡ് യു പ്ലീസ് ലെറ്റ് ഹർ നോ ദാറ്റ് ഐ കോൾഡ്. ഐ എം അവൈലബിൾ ഫോർ എ കോൾ എനി ടൈം ആഫ്റ്റർ 2 PM ടുഡേ. അല്ലെങ്കിൽ എപ്പോഴാണ് സമയം എന്ന് വെച്ചാട്ടോ, വെനസ്ഡേ ആണെങ്കിൽ തേഴ്സ്ഡേ ആണെങ്കിൽ അതെന്ന് വെച്ചാൽ അതവിടെ മാറ്റുക. ഐ എം അവൈലബിൾ ഫോർ എ കോൾ എനി ടൈം ഓൺ വെനസ്ഡേ. അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക? തീർച്ചയായും, സെർട്ടൻലി, ഐ വിൽ ഇൻഫോം ഹെർ. ഞാൻ അവിടെ പറയാം കേട്ടോ, ഐ വിൽ ഇൻഫോം ഹെർ. കെൻ ഐ ഹാവ് യുവർ ഫോൺ നമ്പർ പ്ലീസ്. നിങ്ങൾ ഫോൺ നമ്പർ തരുമോ? സോ ഷീ ക്യാൻ റീച്ച് യു ഡയറക്ട്ലി. ആൾക്ക് നേരിട്ട് നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പർ ഒന്ന് തരുമോ? കെൻ ഐ ഹാവ് യുവർ ഫോൺ നമ്പർ പ്ലീസ് സോ ഷീ ക്യാൻ റീച്ച് യു ഡയറക്ട്ലി. ആൾക്ക് നേരിട്ട് വിളിക്കാൻ പറ്റുന്ന നമ്പർ തരാൻ പറ്റുമോ? അപ്പോൾ അവിടെ നിന്ന് പറയാം ഓഫ് കോഴ്സ് മൈ നമ്പർ ഇസ് എന്നിട്ട് നമ്പർ പറയാം. ഷുവർ എന്ന് പറയാം, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് എന്ന് പറയാം. മൈ നമ്പർ ഇസ് എന്നിട്ട് നമ്പർ കൊടുക്കാം. എന്നിട്ട് എൻഡ് ചെയ്യുമ്പോഴോ, താങ്ക് യു എബിൻ, ഐ വിൽ പാസ് ഓൺ ദ മെസ്സേജ്. താങ്ക് യു, വിളിച്ചതിന് നന്ദി. ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യമില്ലേ 2 മണിക്ക് ശേഷം ഉണ്ടാവുമെന്ന്, ആ കാര്യം ഞാൻ അനുവിൻ്റെ അടുത്ത് പറയാം. അനു വിൽ ഗെറ്റ് ബാക്ക് ടു യു ആസ് സൂൺ ആസ് ഷീ ഈസ് അവൈലബിൾ. അനു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ തിരിച്ചു പറയാം? താങ്ക് യു വെരി മച്ച്, ഐ അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്. സഹായിച്ചതിന് നന്ദി. അത് ഫോർമൽ സെനറി അല്ലേ. നമ്മൾ ജോലിയൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ വളരെ ഫോർമലായിട്ട് പൊളൈറ്റായിട്ട് കുഡ് പ്ലീസ് ഒക്കെ വെച്ചിട്ട് പറയണം. താങ്ക് യു സോ മച്ച്, അല്ലെങ്കിൽ താങ്ക് യു വെരി മച്ച്, ഐ അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്. സഹായിച്ചതിന് നന്ദി. അപ്പോൾ അവിടെ നിന്ന് എന്താ പറയും? യു ആർ വെൽക്കം, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറയാം അല്ലേ. പൊതുവെ അത് നല്ല കേട്ടോ. എൻഡ് ചെയ്യുമ്പോൾ ഒരു ശുഭദിനം ആശംസിക്കുന്നു, അല്ലെങ്കിൽ ഗുഡ് ഡേ എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ എന്ത് പറയും? യു ടു, ബൈ എന്ന് പറയാം, ഗുഡ് ബൈ. അപ്പോൾ അവിടെ തിരിച്ചും ബൈ എന്ന് പറയാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അനു ഓഫീസിലുണ്ട്. അപ്പോൾ എബിൻ വിളിക്കുമ്പം അനു ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പറയുക? അപ്പോൾ വിളിച്ചിട്ട് പറയാണ്, ഹലോ ഇറ്റ്സ് അനു ദെയർ പ്ലീസ്. അപ്പോൾ അവിടെ എന്താ പറയുക? ഉണ്ടോ നോക്കട്ടെ. ആരെ വിളിക്കണേ? അങ്ങനെ ചോദിക്കില്ലേ? I'll see if she's in the office. I'll see, ഞാൻ നോക്കട്ടെ, if she's in the office. അല്ലെങ്കിൽ അമ്മയാണ് എടുക്കണമെങ്കിലോ, I'll see if she's in her room. നോക്കട്ടെ അവളുടെ റൂമിലുണ്ടോയെന്ന്. I'll see, ഞാൻ നോക്കട്ടെ, if she is in the office, അല്ലെങ്കിൽ if she's in the room. ആരാ വിളിക്കണേ? Who's calling? Who's calling? അപ്പോൾ നമ്മൾ പറയാം, I'm എബിൻ ഫ്രം കോട്ടയം. പഴയ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഫ്രണ്ടാണ് എബിൻ. I'm എബിൻ ഫ്രം കോട്ടയം. അപ്പോൾ ഇത് ഫോർമൽ സെനേറിയോ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആൾ ഓഫീസിലുണ്ടാകും. ഓഫീസിലുണ്ടെങ്കിൽ എന്ത് പറയും? ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ, ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം കോള്, അങ്ങനെ പറയില്ലേ? എങ്ങനെ പറയും? പ്ലീസ് ഹോൾഡ് ദ ലൈൻ. പ്ലീസ് ഹോൾഡ് ദ ലൈൻ. I'll see if I can transfer you. I'll see if I can transfer you. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ദ കോൾ.
യു എന്ന് പറഞ്ഞാലും തന്നെ എടുത്ത് അവിടെ കൊണ്ട് വയ്ക്കാന്നല്ല, കോളിലാണ് എങ്കിൽ ട്രാൻസ്ഫർ ദ കോൾ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പ്ലീസ് ഹോൾഡ് ദ ലൈൻ, ഐ സീ ഇഫ് ഐ ക്യാൻ ട്രാൻസ്ഫർ യു. അപ്പോൾ പിന്നെ അവിടുന്ന് ആ എക്സ്റ്റൻഷൻ നമ്പർ പ്രസ് ചെയ്ത് അനു സംസാരിച്ചോളും, പിന്നെ നമുക്കൊന്നും സംസാരിക്കാനില്ല. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? കുറേ കാര്യങ്ങൾ നമ്മൾ യൂസ്ഫുൾ ആയത് പഠിച്ചോ? ഇക്കാര്യത്തിൽ ചെറിയൊരു ടെലിഫോണിക് കോൺവെർസേഷൻ, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് അമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ ഹലോ ഇന്ന ആളെ ഒന്ന് കിട്ടുമോ, അപ്പോൾ 1 മിനിറ്റ് ഞാൻ നോക്കട്ടെ ആൾ റൂമിലുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടാക്കിയെഴുതാൻ പറ്റുമോ? ഈ ഇതിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അനുവിനെ വിളിക്കാൻ ബുദ്ധിമുട്ടാണ്, പെൺകുട്ടികളൊന്നും വിളിക്കാറില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ പറയും ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആരെന്ന് വെച്ചാൽ വിളിച്ചോ, അമ്മേനെയോ അമ്മാവനെയോ അപ്പൂപ്പനെയോ ആരെന്ന് വെച്ചാൽ വിളിച്ചോ, പക്ഷേ കോൺവെർസേഷൻ എഴുതിയിട്ട് എഴുതാം കേട്ടോ. 2 പേര് സംസാരിക്കുന്നതും എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് എഴുതാം. വീഡിയോ യൂസ്ഫുൾ ആയോ? അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.